അപ്പോൾ ഒരു സഹോദരി, ആ പൊന്നുമോള് നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകിയ മകളാ. 6 സർജറി കഴിഞ്ഞു. എൻ്റെ വയത് കേൾക്കുന്ന ഓരോ സഹോദരങ്ങളും സഹോദരിമാരും കേൾക്കണം. ആ പൊന്നുമകൾക്ക് 9ാം ക്ലാസ് മുതൽ തുടങ്ങിയതാണ് സർജറി. 6 എണ്ണം കഴിഞ്ഞു, ഒന്നിനു പുറകെ ഒന്നൊന്നായി. എന്തൊരു വേദനയെന്നറിയോ? ആ പൊന്നുമകൾ ഇപ്പൊ വീണ്ടും ഒരു സർജറി, 7ാമത്തെ സർജറിക്ക് ഡോക്ടർ പറഞ്ഞിരിക്കുക. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളുടെ വീട്ടിലൊന്ന് വന്ന് ദുആ ചെയ്യോ. ഞാൻ ആ സമയത്ത് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അതിലെ വല്ല വരുന്ന വഴിയിലാണെങ്കിൽ കയറാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ പൊന്നുമോൾ എനിക്ക് മെസ്സേജ് ഇടുന്നു, ഉസ്താദേ എനിക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല, വല്ലാത്ത വേദനയാ ഉസ്താദേ, ഉസ്താദ് ഒന്ന് പെട്ടെന്ന് വരുവോ, ഉസ്താദ് വന്ന് ദുആ ചെയ്തിട്ട് എനിക്ക് ആശുപത്രിയിൽ പോകാനാ. ആ പൊന്നുമോള് കരഞ്ഞുകൊണ്ട് വല്ലാത്തത്. വാപ്പ വിളിക്കും, മകള് വിളിക്കുന്നു. ഇവിടെയൊക്കെ വലിയ തിരക്കായത് കാരണം അത് നമുക്ക് പോകാൻ കഴിയുന്നില്ല. അവസാനം രാത്രി ഞാൻ എങ്ങനെയും ആ പൊന്നുമകളുടെ ആ ഒരു മെസ്സേജ് കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. 19 വയസ്സേ ഉള്ളൂ, കാണാൻ സുന്ദരിയായ പൊന്നുമോൾ. രാത്രി ഞങ്ങളെയും കാത്ത് വാപ്പ റോഡ് സൈഡിൽ കാത്തു നിന്നു. ആ പൊന്നുമകളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത അത്ഭുതം. നിങ്ങൾ ചിന്തിക്കണം, 19 വയസ്സുള്ള മകള് 6 പ്രാവശ്യം ഇനിയും വയ്യ ഉസ്താദേ, ഇനിയും വയ്യ. 7ാമത്തെ സർജറിക്ക് വേണ്ടി തയ്യാറായി നിൽക്കുക ആ പൊന്നുമോൾ. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആ പൊന്നുമോളെ നീ അറുത്തു മുറിക്കല്ലേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിറകണ്ണുകളോട് ആ കുടുംബം, സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനെടുത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് പലർക്കും കഴിക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രയും ആ പൊന്നുമോളുടെ അവസ്ഥ. ഉമ്മ കരയുന്നു, വാപ്പ കരയുന്നു. എത്രയോ ലക്ഷങ്ങൾ അല്ലാഹു ഇതിനു വേണ്ടി ചെലവഴിച്ചു കഴിഞ്ഞു. വലിയ സങ്കടം. പക്ഷെ ഇറങ്ങുമ്പോ ആ പൊന്നുമോൾ എൻ്റെ കയ്യിലേക്ക് കുറച്ച് ഹദ്ദാദിന്റെ കിതാബ് എടുത്തു തന്നു. കുറച്ചു ഹദ്ദാദിന്റെ കിതാബ്. ഉസ്താദ് കഴിഞ്ഞ ക്ലാസ്സിൽ ഹദ്ദാദിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടു. എൻ്റെ രോഗം ശിഫയാകാൻ, അള്ളാഹു എന്നെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പള്ളിയിൽ വെച്ച് ഓതുന്ന ഹദ്ദാദ് ഓതുന്നതിന് വേണ്ടി കുറച്ചു കിതാബുകൾ എടുത്ത് എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നു. അള്ളാഹു ആ ഹദ്ദാദ് റാത്തീബിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ആ പൊന്നുമോൾക്ക് ശിഫ നൽകുമാറാകട്ടെ, അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കണം, ആ വഅദ് കേട്ടിട്ട് ആ കുട്ടിക്ക് ഹദ്ദാദിന്റെ വില മനസ്സിലായി. നമുക്കോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു വിശുദ്ധമായ ഖുർആനിൽ ഈ ഖാറൂനിന്റെ ചരിത്രം അല്ലാഹു ഇങ്ങനെ പറഞ്ഞു തരുമ്പോ വെറുതെ പറഞ്ഞതല്ല. ഈ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് ഗുണപാഠങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഖാറൂനിന്റെ ചരിത്രം അല്ലാഹു വെറുതെ പറഞ്ഞതല്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, പ്രവാചകൻ പോലും അവിടുന്ന് ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങളും പറഞ്ഞു കൊടുക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, വഖാറൂന വഫിർഔന വഹമാൻ വലഖദ് ജാഅഹും മൂസാ بالبينات فاستكبروا في الأرض وما كانوا سابقين. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഫിർഔനിന്റെയും ഖാറൂനിന്റെയും ഹാമാനിന്റെയും ഇവരുടെയൊക്കെ ചരിത്രങ്ങൾ വെറുതെ പറഞ്ഞതല്ല. ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണമല്ലോ, ഇതിൽ നിന്ന് പാഠം പഠിക്കണമല്ലോ. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഖാറൂനിന്റെ സംഭവത്തിൽ പല പാഠങ്ങളും ഉൾക്കൊള്ളേണ്ടവരാ. ഖാറൂനിന്റെ ചരിത്രത്തിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടവരാണ്. ഒന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? അല്ലാഹു ഒരാൾക്ക് സമ്പത്ത് നൽകുന്നത് അയാളുടെ ഇഷ്ടം കാരണമല്ല എന്ന് നീ തിരിച്ചറിയുക. എടാ, ഖാറൂനിന്റെ ചരിത്രം പറയുന്ന ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയുമോ? നിന്റെ തഴമ്പ് കണ്ടിട്ട്, നിന്റെ താടിയുടെ വലിപ്പം കണ്ടിട്ട്, പടച്ചവന് നിന്റെ കുടുംബ മഹിമ കണ്ടിട്ട് അല്ലാഹ് സ്നേഹത്തോടെ വാരിത്തന്നതല്ല. ഖാറൂനിന്റെ ചരിത്രം പറയുന്ന ഒന്നാമത്തെ പാഠം, സമ്പത്ത് നൽകുന്നത് ഒരാളോടുള്ള ഇഷ്ടം കാരണമല്ലെന്ന് തിരിച്ചറിയൂ. സമ്പത്ത് അവൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും നൽകുന്നതാ. എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തെന്ന് പറയുന്നത്, പണമെന്ന് പറയുന്നത് അല്ലാഹു പടച്ചവനെ എല്ലാവർക്കും കൊടുക്കും. ശത്രുവിനും കൊടുക്കും, നല്ലവനും കൊടുക്കും,
കൊടുക്കും, നന്മ ചെയ്യുന്നവനും കൊടുക്കും, വഴിപ്പെടാത്തവനും കൊടുക്കും. അംബാനിക്കും അല്ലാഹു പണം കൊടുക്കും, യൂസുഫ് അലിക്കും അല്ലാഹു പണം കൊടുക്കും. ഈ പായിപ്പാടില് ഏറ്റവും പാവപ്പെട്ടവനും അല്ലാഹു പണം കൊടുക്കാൻ കഴിവുണ്ട്. ചിലർക്ക് അല്ലാഹു പണം കൊടുക്കും, ചിലർക്ക് അല്ലാഹു കൊടുക്കൂല. അത് അല്ലാഹുവിന്റെ ഇഷ്ടമാണ്, അത് അല്ലാഹുവിന്റെ ഇഷ്ടമാ. അതുകൊണ്ട് നീ മനസ്സിലാക്കുക, പണമെന്ന് പറയുന്നത് ഒരു പരീക്ഷണ വസ്തുവാ. അല്ലാഹു സമ്പത്ത് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും കൊടുക്കും. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് ഒരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയാൽ, സമ്പത്തെന്ന് പറയുന്നത് അല്ലാഹു ഒരാളോട് ഇഷ്ടം തോന്നുമ്പോ കൊടുക്കുന്നതല്ല എന്ന് നബിയിന റസൂലുള്ളാഹി. നബിയിന റസൂലുള്ളാഹി. സമ്പത്ത് അല്ലാഹു ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനമാണോ? ആണോ? അല്ല. അല്ല എല്ലാവർക്കും കൊടുക്കും, ഇഷ്ടമുള്ളവരും കൊടുക്കും, ഇല്ലാത്തവരും കൊടുക്കും. എങ്കിൽ അല്ല ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്താ? പറഞ്ഞങ്ങാതി. അല്ലാഹു ഇഷ്ടപ്പെട്ട കൊടുക്കുന്ന സാധനം എന്താ? എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കുന്നില്ല. അല്ലാഹുവിനൊരു മനുഷ്യനോട് ഇഷ്ടം തോന്നിയാൽ അല്ലാഹു കൊടുക്കുന്ന എന്താ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിനൊരു മനുഷ്യനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ അല്ലാഹു അവന് ഈമാൻ വർദ്ധിപ്പിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ്ക്ക് ഇഷ്ടമുണ്ടായ അല്ലാഹ് സമ്പത്തല്ല കൊടുക്കുക. അല്ലാഹ് എന്ത് കൊടുക്കും? അവൻ ഈമാൻ അങ്ങോട്ട് വാരിക്കോരി കൊടുക്കും, ഈമാൻ അങ്ങോട്ട് ഉറപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അങ്ങനല്ല. അല്ലാഹു അതൊരു പരീക്ഷണമായിട്ടാണ് കൊടുക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹു നൽകിയ സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കരുത്. അല്ലാഹു ഒരാൾക്ക് പണം കൊടുത്താൽ നീ അഹങ്കരിക്കരുത്. അന്നബൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു ഖാല إن الله تعالى قسم بينكم أخلاقكم كما قسم بينكم أرزاقكم وإن الله تعالى يعطي المال من أحب ومن لا يحب ولا يعطي الإيمان إلا من يحب. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, നിങ്ങൾക്കിടയിൽ നിങ്ങളുടെ ഉപജീവനം വിതച്ചതുപോലെ നിങ്ങളുടെ സ്വഭാവങ്ങളും നിങ്ങൾക്കിടയിൽ അല്ലാഹു വീതിച്ചു കൊടുക്കുന്നതാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്ത് അല്ലാഹു വീതിപ്പിച്ചു കൊടുക്കും, ഇതുപോലെ സ്വഭാവ ഗുണങ്ങളും അല്ലാഹു കൊടുക്കും. പക്ഷേ അല്ലാഹു അവന് ഇഷ്ടപ്പെടുന്നവർക്കും ഇഷ്ടമില്ലാത്തവർക്കും അല്ലാഹു സമ്പത്ത് നൽകും. പക്ഷേ ഈമാനുണ്ടല്ലോ, അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അല്ലാഹു കൊടുക്കൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പഠിക്കേണ്ട പാഠമാണ്. സമ്പത്ത് അല്ലാഹു ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും കൊടുക്കും. ഈമാൻ എന്ന് പറയുന്നത് അല്ലാഹു ഇഷ്ടമുള്ളവർക്കേ കൊടുക്കൂ. അതുകൊണ്ട് ഖാറൂനിന്റെ ചരിത്രം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്തെന്നറിയുമോ? ഇഷ്ടമുള്ളവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നല്ല സമ്പത്ത്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന ഒന്നല്ല സമ്പത്തെന്ന് നീ തിരിച്ചറിയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, രണ്ടാമത്തെ ഗുണപാഠം എന്താ? നമ്മുടെ അറിവും കഴിവും കൊണ്ടാണ് സമ്പത്ത് ലഭിച്ചതെന്ന ചിന്ത ഒരിക്കലും നിനക്ക് വേണ്ട. എന്റെ യുവത്വമേ, എന്റെ പ്രിയപ്പെട്ട പുത്തൻ പണക്കാരാ, മോനെ, നിനക്ക് അല്ലാഹു പറഞ്ഞു തരുന്ന രണ്ടാമത്തെ പാഠവാ. ചെറുപ്പക്കാര് പറയും, എനിക്ക് പണമുണ്ടായത് എന്റെ തലയ്ക്കുള്ള ബുദ്ധി കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ്, എന്റെ കഴിവ് കൊണ്ടാണ് എനിക്ക് പണമുണ്ടായതെന്ന് പറയുന്ന യുവത്വമേ, വേണ്ടടാ മോനെ, അത് അഹങ്കാരത്തിന്റെ വാക്കാടാ. ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ എമ്മക്കാരനാണ്, ഞാനതാ ഒരുപാട് വിദ്യാഭ്യാസമുള്ളവനാണ്, ഞാൻ കഷ്ടപ്പെട്ടു പഠിച്ചിട്ടുണ്ടാക്കിയ സമ്പത്താ എന്ന് പറയുന്ന മുസ്ലിമേ, പലരും പറയുമല്ലോ, പടച്ചവനെ, ഞാൻ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. പലരും പറയും
പറയുമല്ലോ, ഖുർആൻ പറയുന്ന രണ്ടാമത്തെ പാഠം പഠിച്ചു വെച്ചോ, ഒരാളും പറയരുത് ഇത് എൻ്റെ കഴിവ് കൊണ്ട് എൻ്റെ അറിവ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയതായി സമ്പത്തെന്ന് നീ പറയല്ലേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ സമ്പത്തിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണെന്ന് അള്ളാഹ് തന്നെ പറയുന്നുണ്ട്. ഖാറൂൻ എന്താ പറഞ്ഞേ? ഞാൻ ഉണ്ടാക്കിയത്. നമ്മൾ ഈ ചില പേരും ആൾക്കാരും അങ്ങനെ തന്നെ പറയണല്ലേ, ഞാൻ ഉണ്ടാക്കിയത്, ഇതെല്ലാം എൻ്റെത് എൻ്റെത് എൻ്റെത്. ആ വാക്ക് പറയരുതെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി പറയരുത്. അങ്ങനെ ഒരിക്കലും പറയരുത്. ഖുർആൻ പറയാ, വഇദാ ഖീല ലഹും അൻഫിഖൂ മിമ്മാ റസഖകുമുല്ലാഹ് ഖാല അല്ലദീന കഫറൂ ലില്ലദീന ആമനൂ അനുത്ഇമു മൻ ലൗ യസാ അല്ലാഹ് അത്അമഹും ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ മുബീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നൽകിയത് ഞാനാണെന്ന് അല്ലാഹ് പറയുന്നുണ്ട് ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ വ്യക്തമായി പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്കാണ് അല്ലാഹു ഇതൊക്കെ കൊടുക്കുന്നത്. സമ്പത്ത് കൊടുക്കുന്ന അല്ലാഹുവാണ്. അവൻ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാനാണ് തന്നത് എന്ന് ഖുർആൻ തന്നെ വ്യക്തമായി പറയുന്നു. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور. ഖുർആൻ മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്യുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും നാം അവർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ. അല്ലാഹ് എന്താ പറഞ്ഞേ? നാം അവർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന്. അപ്പൊ അള്ളാഹു ആ സമ്പത്ത് തരുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഈ ചരിത്രം നമുക്ക് പഠിപ്പിക്കുകയാ, സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. പഠിക്കേണ്ട രണ്ടാമത്തെ പാഠം, സമ്പത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അത് കൈകാര്യം ചെയ്യുവാനുള്ള താൽക്കാലികമായിട്ടുള്ള അവകാശവും അവസരവും മാത്രമേ നിനക്കുള്ളൂ. അതാ മനസ്സിലാക്കണ്ടേ. അതാണ് പണ്ട് മാലിക് ദിനാർ മസ്ജിദ് പണിതൊരു മനുഷ്യനുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? പള്ളിയിലെ ഖതീബ് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് അദ്ദേഹം ആ പള്ളി. അപ്പം അദ്ദേഹത്തെ ഇങ്ങനെ പറയാ, അദ്ദേഹം ഒരുപാട് ചെയ്തപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനൊന്നും പറയേണ്ട ഉസ്താദെ, അള്ളാഹു കുറച്ച് പൈസ എൻ്റെ അടുത്തുണ്ട്, പള്ളി പണിയിടാന്ന്. ഞാൻ ജോലിക്കാരനാ ചെയ്തു. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. കോടിക്കണക്കിന് രൂപ കൊടുത്തൊരു പള്ളി കെട്ടിക്കൊടുത്തിട്ട് 4 പേരുടെ മുന്നിൽ വെച്ച് ആ മനുഷ്യനെ പൊക്കി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? അള്ളാഹ് കുറച്ച് പൈസ എന്നിട്ട് എന്നോട് പറഞ്ഞിടാ പണിയടാ, ഞാൻ ജോലിക്കാരൻ പണിതു, ഇത്രയേ ഉള്ളൂ. നമ്മളോ പള്ളിയുടെ മുന്നിൽ എഴുതി വെക്കണം പേര്, എങ്കിലേ വരുത്തുള്ളൂ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. പറ മനുഷ്യ, പള്ളിയുടെ പേരിൽ പറ്റുമെങ്കിൽ അവനകത്ത് പായിപ്പാട് പള്ളിക്ക് പൈസ തന്നവരുടെ പേരെഴുതുവാണെങ്കിൽ അതിന് തന്നെ ഈ പള്ളി മൊത്തം വേണ്ടി വരും. അങ്ങനെ എഴുതേണ്ടി വരും. പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ എല്ലാവരും ഉണ്ട്, കൊടുക്കാനും പിടിക്കാനൊക്കെ ആള് വേണം. നമ്മൾ പിരിവിന് പോകുമ്പോൾ ഓരോ മനുഷ്യനും അതൊരു നല്ല ഗുണമാണ്. വീട്ടിൽ വരുന്ന ഒരു മനുഷ്യൻ്റെ കയ്യിലേക്ക് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്ന ഖാറൂന ഖാന മിന ഖൗമി മൂസാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മൂസാ നബിയുടെ ജനതയിൽപ്പെട്ടവനാണ് ഖാറൂൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അതാ ജനതയിൽപ്പെട്ടവനായിരുന്നു. അവിടുന്ന് ഖുർആൻ പറയുകയാ, മൂസാ നബിയുടെ കുടുംബത്തിൽ പെട്ടവനായിരുന്നു ഖാറൂൻ. അവിടുന്ന് ഹദീസ് നോക്ക്, അവിടുന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽ പെട്ടവനായിരുന്നു ഖാറൂൻ. അവന് തുടക്കത്തിൽ മൂസാ നബിയുടെ കൂടെയായിരുന്നു. നടക്കുന്നതും സർവ്വകാര്യങ്ങളും ചെയ്യുന്നതും മൂസാ നബിയുടെ കൂടെയാ.
മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണ് അവൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ പടച്ചവനെ ഭൗതികവും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പണവും ഇങ്ങനെ ഒരുപാട് ആ മനുഷ്യന് പിന്നീട് ഉണ്ടാകുമ്പോ ആ മനുഷ്യൻ അതാ പടച്ചവനെ മതിമറന്നു പോവുകയാണ്. അള്ളാഹു അനുഗ്രഹങ്ങൾ കൊടുത്തു കഴിയുമ്പോ പടച്ചവനെ വന്ന വഴി മറന്നു പോകുന്ന പലരുമുണ്ട്. ഒന്നുമില്ലാതെ പായിപ്പാട് കടന്നു വന്നിട്ട് ഇന്ന് പടച്ചവൻ ഒരുപാട് സമ്പത്ത് കൊടുത്തവരുണ്ടല്ലോ. വലിയ കൊട്ടാരങ്ങളായല്ലോ, ഒരുപാട് ഷോപ്പുകളായല്ലോ, സഞ്ചരിക്കാൻ വാഹനമായല്ലോ, മുന്നിലും പുറകിലും നടക്കാൻ ആളുണ്ടായല്ലോ. പടച്ചവനെ അങ്ങനെ ഒന്നുമില്ലാതെ വന്നിരുന്നവര് പടച്ചവൻ അനുഗ്രഹം കൊടുത്തപ്പം മറന്നു പോകുന്നവരുണ്ട്. അല്ലാഹുവേ തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. പടച്ചവനെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കാറൂനിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. കാറൂനും അങ്ങനെയായിരുന്നു, ഒന്നുമില്ലാത്തവനായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു, മൂസാ നബിയുടെ കൂടെ നടക്കുന്നവനായിരുന്നു. പക്ഷേ ആ കാറൂനിന് സമ്പത്ത് ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവന് സമ്പത്ത് കൊടുത്തപ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തില് പടച്ചവനെ അവന് പണക്കാരനാവുകയാണ്. അവന് സമ്പത്ത് അല്ലാഹു കൊടുക്കുകയാണ്. ആ പണം അവന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവന്റെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാ. എങ്ങനെയാണ് അവന് സമ്പത്ത് വന്നതെന്നറിയുമോ? സമ്പത്ത് വന്നു വല്ലാതെ അങ്ങ് കൂടുകയാണ്. അവന്റെ സമ്പത്തിനെ കുറിച്ച് ഖുർആൻ പറയുകയാ. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹും മിനൽ കുനൂസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാ. ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫറഖ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫാരിഹീൻ. പടച്ചവനെ ആരെങ്കിലും പറയുന്ന കണക്കല്ല. ആ കാറൂനിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. പടച്ചവനെ അവന്റെ കയ്യിലിരിക്കുന്ന ഖജനാവിന്റെ താക്കോലുണ്ടല്ലോ, അവന്റെ ലോക്കറുകളുടെ ചാവികളുണ്ടല്ലോ, അവനവന്റെ പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന്റെ താക്കോലുകൾ ചുമക്കാൻ എത്രയോ ജനതകൾക്ക് ചുമക്കാൻ, വലിയ വലിയ സംഘങ്ങൾക്ക് ചുമക്കാനുള്ള താക്കോലുകൾ പോലും അവന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീടിനകത്തിരിക്കുന്ന അലമാരിയുടെ താക്കോല്, നമ്മളൊക്കെ വീട്ടിൽ വെച്ചിരിക്കുന്ന വല്ല സ്വർണവും പൈസയും വെച്ചിരിക്കുന്ന അലമാരിയുടെ താക്കോല് കട്ടിലിനടിയിൽ വെക്കുന്നവരുണ്ട്, തലകണക്കടിയിൽ വെക്കുന്നവരുണ്ട്, അരയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്, കഴുത്തിൽ കെട്ടിയിട്ട് നടക്കുന്നവരുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ ചിരിക്കണേ? എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഒരു കുടുംബം ഞാൻ കണ്ടതാ, നേരിട്ട് കണ്ടതാ. അദ്ദേഹം പറയുന്നു, ഉസ്താദ് ഭാര്യയ്ക്ക് ചെലവിന് പോലും കൊടുക്കില്ല, കോടിക്കണക്കിന് ഇഷ്ടം പോലെയുണ്ട്, ഒരുപാട് ഏക്കർ കണക്കിന് വസ്തുവുണ്ട്, അത്രയ്ക്കും ജാഗയുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൂല, 5 പൈസ കൊടുക്കൂല. താക്കോൽ എവിടെയാ? കഴുത്തിൽ കെട്ടിയിട്ടിരിക്കുക, തുണിക്കകത്ത്. എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കണ്ടിട്ടുണ്ടോ അൻസാരി എണ്ണ അങ്ങനെ വല്ലതിന്? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? കൊടുക്കൂല, അരയിൽ കെട്ടിക്കൊണ്ട് നടക്കും താക്കോല്, ഒരെണ്ണവേ ഉള്ളൂ. ആകെ അവനുള്ള എന്തോ നക്കാപ്പി ചെയ്യണ്ട, അതുപോലും സൂക്ഷിക്കുന്ന ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കാറൂനിന്റെ ലോക്കറിന്റെ താക്കോല് വലിയ സംഘങ്ങൾക്ക് ചുമക്കാനുള്ളത് അത്രയും ഉണ്ടായിരുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ നല്ല രൂപത്തിൽ ജീവിച്ച് നല്ലവനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ നടക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. അവിടുന്ന് ചരിത്രം പറയുകയാ. എന്നാൽ പിന്നീട് അവന് ധനമുണ്ടായപ്പോ, സമ്പത്ത് ഒരുപാട് വന്നപ്പോ പിന്നെ തോന്നിവാസം കൂടി. അതങ്ങനാണല്ലോ, പണം കൂടിക്കഴിയുമ്പോ ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നുമില്ല. എന്തുപ്പാ ഇല്ലേ, പലതും പറയണമെന്നുണ്ട്, ലൈവായതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണം കൂടിക്കഴിയുമ്പോ ഇസ്ലാമിന്റെ എന്ത് നിയമം? സമ്പത്ത് കൂടിക്കഴിയുമ്പോ
പിന്നെ നമുക്ക് പലതും ഇപ്പൊ തന്നെ ഓണസദ്യയൊക്കെ നമുക്ക് അതൊക്കെ നിസ്സാരമായി പോയില്ലേ? അങ്ങനല്ലേ? പണം കൂടിക്കഴിയുമ്പോ നമുക്ക് പിന്നെ എല്ലാം എളുപ്പം. അത് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം, ഇത് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം, അവിടെ കൊടുക്കാമല്ലോ ഇവിടെ കൊടുക്കാമല്ലോ, ഇതൊക്കെ മറ്റേതല്ലേ മറിച്ചതല്ലേ മസല, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. സമ്പത്ത് കൂടി കഴിയും അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഇവനിങ്ങനെ സമ്പത്ത് കൂടിക്കഴിഞ്ഞപ്പോൾ അവന് തോന്നിവാസവും കൂടി, അക്രമവും കൂടി, അഹങ്കാരം കൂടി. ഇവനെങ്ങനെ ഇപ്പൊ പറയുന്നറിയോ, ഞാൻ ഉണ്ടാക്കിയതാ ഇത് മുഴുവനും, ഇതൊക്കെ എങ്ങനെ വെറുതെ കിട്ടിയതാണോ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ ആരോഗ്യം കൊണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് എന്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചത്. പള്ളിയിൽ ഉസ്താദ് പറയുന്നു ഇതൊക്കെ ശരിയല്ല, പോടാ നിന്റെ പണി നോക്കിപ്പോ, ഞാൻ ഉണ്ടാക്കിയത്, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി, ഞാൻ ഇഷ്ടപ്പെട്ട പോലെ. നിനക്ക് എന്താ വേണം അല്ലേ? ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ വിളിക്കുന്നു, നിനക്ക് എന്താ ചോദിക്കാനുള്ള കഥ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, അവന്റെ ജീവിതം മധുരവിട്ടുപോയി. അവന്റെ ജീവിതം അള്ളാഹു കൊടുത്ത സമ്പത്ത് കൊണ്ട് അവൻ ആർഭാട ജീവിതങ്ങൾ നയിക്കുകയാണ്, അഹങ്കാരം കാണിക്കുകയാണ്. അതിരുവിട്ട് ജീവിച്ചപ്പോ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമും മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നവരും അവനെ നന്നാക്കാൻ തീരുമാനിച്ചു. കൂടെ നടന്നവനാണല്ലോ. ഇന്നലെ വരെ കൂടെ നടന്നവന് പെട്ടെന്ന് വഴിതെറ്റി പോകുമ്പോൾ അവനെ ഒന്ന് ഉപദേശിക്കണമല്ലോ, അവനെ നന്നാക്കണമല്ലോ. അങ്ങനെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസാ നസീബക മിനദ് ദുനിയാ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർള് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ഖാറൂൻ ഒരുപാട് സമ്പത്ത് കിട്ടിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടക്കുന്നത് കണ്ടപ്പോ മൂസാ നബിയും തന്റെ അനുയായികളും അവനെ ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് നിനക്ക് നൽകിയതാണ്, നിനക്ക് പരലോക ചിന്തയില്ലേ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലേ, നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കില്ലേ? അല്ലാഹുവല്ലേ നിനക്കിത് തന്നത്, ഇതിന്റെ ഒരു ഓഹരി പാപങ്ങൾക്ക് കൊടുത്തുകൂടെ? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൂടെ? നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചുകൂടെ? എന്തിനാണ് നിനക്ക് റബ്ബ് തന്നത് മുഴുവനും നീ ഇങ്ങനെ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ ചിലവഴിക്കുന്നത്? എന്തിനാണ് നീ ദുനിയാവിലെ കുഴപ്പമുണ്ടാക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് ഖാറൂനിനെ ഉപദേശിക്കുമ്പോ അല്ലാഹുവേ അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇത് ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ്. പടച്ചവനെ ഒരാൾ പറയുന്നതും അവന് കേൾക്കുന്നില്ല. അവൻ അഹങ്കാരം കൂടുകയാണ്, അവര് പാവപ്പെട്ടവരെ പുച്ഛത്തോടെ കാണുകയാണ്. അല്ലാഹുവേ അവൻ സമ്പത്തിന്റെ ആർത്തി കാരണം, ആ സമ്പത്ത് അധികരിച്ചത് കാരണം ഒരു അഹങ്കാരിയെ പോലെ, ധിക്കാരിയെ പോലെ, ഒരാളുടെയും വാക്ക് കേൾക്കാതെ പടച്ചവൻ അവനിങ്ങനെ ദീപിക്കുകയാണ്. അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് നടക്കുകയാണ്. ഖാറൂൻ ഒരു നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉപദേശിച്ചവരാ. ഇവനൊന്ന് നന്നാകട്ടെ, ഇവൻ പണമുള്ളവനല്ലേ, ഇത് കിട്ടിയാൽ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാവരും അവനെ ഉപദേശിക്കുന്നത്. അതാ ഖാറൂനിനോട് പറയുന്നു, ഈ പണം മുഴുവനും നിനക്ക് തന്നത് റബ്ബാണ്. ഖാറൂൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ അറിവും എന്റെ കഴിവും കൊണ്ട് മാത്രമാണ് ഇതെനിക്ക് കിട്ടിയത്, അല്ലാതെ പടച്ച റബ്ബ് എനിക്ക് തന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അവിടെ നിന്ന് പറയുകയാണ്, അവൻ ഉപദേശിക്കുന്നവരോട് മുഴുവനും അവനെ വാദിക്കുകയാണ്. അവരോട് മുഴുവനും പറയുന്നു, ഇത് എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവിടെ നിന്ന് ഖാറൂന് തള്ളിക്കളഞ്ഞപ്പോ, ധിക്കാരത്തിൽ അവൻ ഉറച്ചു നിന്നപ്പോ, സമ്പത്തിനാലും സംഗമനത്തിനാലും അഹങ്കരിച്ചവന് അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ.
അവലം യഅലമു അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലി. ഖാറൂൻ അവിടെന്ന് പറയുകയാണ്, എന്റെ കൈവശമുള്ള വിദ്യ കൊണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത്. എന്നാൽ അവന് മുമ്പ് അവനെക്കാൾ കടുത്ത സമ്പന്നന്മാരായ എത്രയോ പേരുണ്ട്. ഖാറൂനിനെക്കാളും പണക്കാരുടെ എങ്ങനെയാണ് അല്ലാഹു ഒന്നുമില്ലാതാക്കിയത് എന്നവന് ചിന്തിക്കുന്നില്ലല്ലോ. പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, സമ്പന്നതയിൽ അഹങ്കരിച്ച അവന്റെ വിശ്വാസികൾ അവൻ വിശ്വാസികളെ പ്രകോപിപ്പിക്കുകയാണ്. അവനെ ഉപദേശിക്കുന്നവരവനെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. പടച്ചവനെ എന്നിട്ടവന് ചെയ്തത് എന്തെന്നറിയുമോ? ഇന്നൊക്കെ ചിലര് കാണിക്കുന്നത് കാണുമ്പോ നമുക്ക് തോന്നുമല്ലോ, സമ്പത്തുള്ളവന് കാണിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോ നമുക്ക് വല്ലാതെ അത്ഭുതം തോന്നുമല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എല്ലാ ഖുർആൻ പറയുന്ന ഖാറൂനിനെ മൂസാ നബിയും തന്റെ അനുയായികളും അവിടെ ഉപദേശിച്ചു, റബ്ബ് തന്നതാടാ ഖാറൂനെ, ഈ പണം മുഴുവനും അല്ലാഹു തന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു വിഹിതം പാപങ്ങൾക്ക് കൊടുക്കൂ, നന്മയായ കാര്യങ്ങൾക്ക് കൊടുക്കൂ. ഖാറൂൻ പറഞ്ഞു, 5 നയാ പൈസ കൊടുക്കൂല, കാരണം ഇതെന്റെ കഴിവാണ്, എന്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയതാണ്, ഒരാൾക്കും ഞാൻ കൊടുക്കൂല. അപ്പൊ ഓർമ്മപ്പെടുത്തിയടാ, നിന്നെക്കാളും ഒരുപാട് സമ്പന്നന്മാരുണ്ടായിരുന്നു, അവരല്ലാഹു തകർത്തു കളഞ്ഞല്ലോ എന്ന് ഖാറൂനിനോട് പറയുമ്പോ ഖാറൂൻ അവിടെ നിന്ന് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നറിയുമോ? ഒരു പ്രകടനം നടത്തുകയാണ്, ഒരു ഘോഷയാത്ര നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവനൊരു പ്രകടനം നടത്താൻ തീരുമാനിച്ചു. അവിടെ നിന്ന് ചരിത്രം പറയുകയാ, ഏറ്റവും വിലപിടിപ്പുള്ള വാഹനമാണ് കൊണ്ടുവന്നത്. ചരിത്രം പഠിക്കണം. ഇന്ന് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുമ്പോൾ ചില കല്യാണത്തിനും ചില പരിപാടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മാത്രം ഉപയോഗിക്കും ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിറക്കും, വലിയ വലിയ വണ്ടികൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിറക്കി നടത്താറില്ലേ? ഇവനെ എല്ലാവരും ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിലെ ഖത്തീബ് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്നെ ഇതൊക്കെ കാണിച്ചു തരുന്ന കാലമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ.